മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ളവരെ, കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കടമകളിലൊന്ന് ജീവന് സേവനമനുഷ്ഠിക്കുക എന്നതാണ്. ഇത് പഠിപ്പിക്കുന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ഫാമിലിയാരിസ് കോൺസോർസിയോ, കുടുംബം ഒരു കൂട്ടായ്മ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലും അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള കുടുംബങ്ങൾക്കയച്ച എ ലെറ്റർ ടു ദ ഫാമിലീസ് എന്ന കത്തിലും മാർപ്പാപ്പ എടുത്തോർമ്മിപ്പിക്കുന്ന ഒന്നാണിത്. ജീവന് സേവനമനുഷ്ഠിക്കുക. കുടുംബജീവിതത്തിൻ്റെ പരമപ്രധാനമായ കടമയാണ് ജീവൻ നൽകുക, അല്ല ജീവന് സേവനമനുഷ്ഠിക്കുക. മറ്റൊരു സാധാരണ ഭാഷയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുപറ്റുക. എന്ന് പറയപ്പെട്ടവരെ, അത് കുടുംബജീവിതത്തിലെ പരമപ്രധാനമായ ദൗത്യങ്ങളിലൊന്ന് പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. ആ സ്നേഹത്തിൻ്റെ തുടർച്ചയാണ്, ആ സ്നേഹത്തിൻ്റെ ഒരു കൾമിനേഷൻ, അല്ലെ ആ സ്നേഹത്തിൻ്റെ പരിപൂർണമായ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് രണ്ടാമത്തെ ദൗത്യം കടന്നു വരുന്നത്. ജീവന് സേവനമനുഷ്ഠിക്കുക, അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ പങ്കുപറ്റുക. ഞാൻ ഓർമ്മിക്കുന്നു, ഒരു മാമോദിസയുടെ വേള. കുഞ്ഞിന് മാമോദിസ കൊടുത്തു. പ്രധാന കവാടത്തിൽ, ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും കുഞ്ഞും അമ്മയും അപ്പച്ചനും ബന്ധുക്കളും കൂടി അൾത്താരുടെ അടുത്തേക്ക് പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന സമയത്ത് അച്ഛൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ മാമോദിസയുടെ വേളയിൽ എന്തിനാണ് ഈ അമ്മ കരയുന്നത് എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നീട് രജിസ്റ്ററൊക്കെ സൈൻ ചെയ്യാനായിട്ട് എത്തുമ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ, ഇത് ദൈവം തന്ന കുഞ്ഞാ, ഇത് ദൈവം തന്ന കുഞ്ഞാ. വിവാഹത്തിൻ്റെ 7ാം വർഷം. ശരിയാ പ്രിയപ്പെട്ടവരെ, നാളതുവരെ ഒത്തിരിയേറെ ട്രീറ്റ്മെൻ്റ് എടുത്തു, ഒത്തിരിയേറെ ഒരുങ്ങി ശ്രദ്ധിച്ചു, പക്ഷേ കുഞ്ഞിനെ ലഭിച്ചില്ല. അവസാനം
ദൈവം കൊടുത്തൊരു കുഞ്ഞ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ അത് ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ കുസുമം എന്നൊക്കെ പറയും. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്നെല്ലാവരെയും അറിയിക്കും. പക്ഷേ ഈ 7 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞ് ദൈവം തന്ന കുഞ്ഞായി. ഞങ്ങളുടെ കുഞ്ഞെന്നല്ല പറയുക, ഇത് ദൈവം തന്ന കുഞ്ഞാ. പ്രിയപ്പെട്ടവരെ, ജീവനെ നൽകുന്നത് ദൈവമാണ്. അത് ഏറെ ആഴമായി ബോധ്യപ്പെടേണ്ട ഒന്നാണ്. വചനം അത് ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിന് 4-ാം വാക്യം പറയുന്നത്, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. മക്കബാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ അമ്മ മകനെ മരണത്തിനായിട്ട് ഒരുക്കുന്ന ഭാഗമാണ്. നമുക്ക് സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണിത്. അമ്മയും 7 മക്കളും കൊല്ലപ്പെടുന്നു. അപ്പോൾ ആ മകനെ ഒരുക്കുമ്പോൾ അമ്മ പറയുകയാണ്, മകനെ, നീ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഉരുവായി എന്ന് എനിക്കറിയില്ല. നിനക്ക് ജീവനും ശ്വാസവും നൽകിയതും നിന്റെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. അത് വീണ്ടും വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 139-ാം സങ്കീർത്തനത്തിൻ്റെ 14, 15, 16 വചനങ്ങൾ. അതിൽ 16-ാമത്തെ വചനം വളരെ കാര്യമായി ധ്യാനിക്കേണ്ടതാണ്. 139-ാം സങ്കീർത്തനത്തിന് 16-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, കാഴ്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് 1 രൂപമാണ്, 2 പ്രകാശമാണ്. പ്രകാശം ഒരു വസ്തുവിലോ അല്ലെ രൂപത്തിലോ പതിച്ചിട്ട് അതാണ് നമുക്ക് കണ്ണുകൾക്ക് വിഷയീഭവിക്കുന്നത്. അപ്പോൾ രൂപമില്ലെങ്കിൽ കാണാൻ പറ്റില്ല. കാറ്റിന് രൂപമില്ല, അതുകൊണ്ട് കാറ്റിനെ കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ വചനം പഠിപ്പിക്കുന്നത് എന്താ? എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് ജെറമ്യായുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഗർഭഗ്രഹം അമ്മയുടെ ഉദരമാണ്. അവിടെയാണ് ഞാൻ രൂപം കൊണ്ടത്. എനിക്ക് രൂപം സിദ്ധിക്കുന്നത് അവിടെ വച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ഇങ്ങനെ ധ്യാനിച്ചു നോക്കാം. ഒരു പുരുഷൻ്റെ ക്രോമസോം XY ആണ്. ഒരു സ്ത്രീയുടെ ക്രോമസോം ആകട്ടെ XX ആണ്. ഇനി എൻ്റെ പപ്പായുടെ സ്പേമും അമ്മയുടെ ഓവവും കൂടി ചേർന്നാണ് ഞാൻ ഉണ്ടായത്. ഭർത്താവിൻ്റെ സ്പേമും ഭാര്യയുടെ ഓവവും കൂടി ചേർന്നാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത്. അവിടെ 2 സാധ്യതകളുണ്ട്. ഭർത്താവിൻ്റെ സ്പേമിലെ X ക്രോമസോമും ഭാര്യയുടെ ഓവത്തിലെ X ക്രോമസോമും കൂടി ചേർന്ന് XS ക്രോമസോം കൂടി ചേർന്ന് പെൺകുഞ്ഞുണ്ടാവാം. ഭർത്താവിൻ്റെ സ്പേമിലെ Y ക്രോമസോമും ഭാര്യയുടെ ഓവത്തിലെ X ക്രോമസോമും കൂടി ചേർന്ന് XY കൂടി ചേർന്ന് ആൺകുഞ്ഞുണ്ടാവാം. 2 സാധ്യതകൾ അവിടെയുണ്ട്. ഈ സാധ്യതകൾ, ഒന്ന് ആൺകുഞ്ഞോ അല്ലെ പെൺകുഞ്ഞ്, ഈ സാധ്യത സാഹചര്യവശാൽ സംഭവിക്കുന്ന ഒന്നല്ല. മറിച്ച് അതിൻ്റെ പിന്നിൽ ഏതോ ഒരു അദൃശ്യ കരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കൺസെപ്ഷൻ നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ അല്ലെ ബീജസങ്കലനം. ഈ കൺസെപ്ഷൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് സ്പേമിൽ ഒന്നാണ് ഓവമായി കൂടിച്ചേരുന്നത്. അതാരാ സെലക്ട് ചെയ്യുന്നത്? അത് മനുഷ്യനെ കൊണ്ടാവില്ല. അതിന് പിന്നിൽ അദൃശ്യമായ ഒരു കരമുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ സ്പേമും ഓവവും കൂടിച്ചേർന്ന് ഞാൻ ഉണ്ടാകുന്നു. ആദ്യം എനിക്ക് രൂപം അവിടെ ലഭിക്കുക, പക്ഷേ അതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് ഈ തിരുവചനമൊക്കെ പറയുക. അത് വീണ്ടും പുതിയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
ബാലനായ യേശുവിനെ കാണാതെ പോകുന്നു. ഒരു ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞപ്പോൾ കൂടെ കുഞ്ഞില്ല എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. ആ കുഞ്ഞിനെ തേടി അന്വേഷിച്ചിറങ്ങുന്നു. 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്നു. അപ്പം ദേവാലയത്തിൽ തർക്കിച്ചും പഠിപ്പിച്ചും കൊണ്ടിരുന്ന ആ കുഞ്ഞിനോട് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? അത് വചനം ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിന് 48-ാം തിരുവചനമാണ്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മാതാവ് പറയുന്നത് എങ്ങനെയാണ്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണ്, നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം മാതാവ് പറയുന്ന പിതാവ് യവസേ പിതാവാണ്. എന്നാൽ യേശു പറയുന്ന പിതാവ് സ്വർഗത്തിലെ പിതാവാണ്. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നത് കൊളോസ്യ ലേഖനം 3:3 നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് വളരെ ബോധ്യത്തോടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജീവനെ നൽകുന്നത് ദൈവമാണ്. ഭർത്താവിൻ്റെ സ്പേമും ഭാര്യയുടെ ഓവം കൂടിച്ചേർന്നാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെ ശ്രദ്ധിച്ചേ, സ്പേമിന് ജീവനുണ്ട്, ആത്മാവുണ്ടോ? ഇല്ല. ഓവത്തിന് ജീവനുണ്ട്, ആത്മാവില്ല. അങ്ങനെ ജീവനുള്ള ഓവവും സ്പേമും കൂടിച്ചേരുമ്പോൾ ജീവനും ആത്മാവും ഉണ്ടാകുന്നത് എങ്ങനെ? മനുഷ്യർക്കാർക്കും ഭൂമുഖത്ത് ആത്മാവിനെ നൽകാൻ പറ്റില്ല. ആത്മാവിനെ നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഈ കൂടിച്ചേരലിൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധ്യാനഗുരുക്കന്മാർ വചനം പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, മണിയറ ബലിവേദിയാണ്. ഒരു പുരോഹിതൻ ശുദ്ധിയോടെ, അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന പവിത്രതയോടുകൂടി വേണം ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ധർമ്മ നിർവഹണം നടത്തും. കാരണം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട്. അങ്ങനെ ദൈവമാണ് ജീവനെ നൽകുന്നത്. മനുഷ്യൻ ശരീരങ്ങളെ സൃഷ്ടിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ സ്പേസിങ് കിട്ടും, അടിച്ചു പൊളിച്ച് ജീവിക്കാം, ഇത്ര നാൾ കഴിഞ്ഞ് കുഞ്ഞു മതി എന്നൊക്കെ ആഗ്രഹിച്ചു. കാരണം കുഞ്ഞിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ, ബുദ്ധിമുട്ടില്ല. അപ്പോഴും ആ ദമ്പതികളുടെ കാഴ്ചപ്പാട്, കുഞ്ഞ് ഇന്നല്ല നാളെ എനിക്ക് ലഭിക്കും, ഒരു കുഞ്ഞിനെ ലഭിക്കാൻ നമ്മൾ സ്നേഹത്തോട് കൂടി ചേർന്നാൽ മതി. അതുകൊണ്ട് ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ ഉടയവൻ നമ്മളാണ് എന്ന കാഴ്ചപ്പാടിലാണ് കുറച്ച് നാളത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് സ്പേസിങ് കിട്ടത്. പിന്നീടാണ് മനസ്സിലാകുന്നത്, വിചാരിക്കുമ്പോൾ കുഞ്ഞുണ്ടാകുന്നില്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് പിന്നീടാണ് പഠിക്കാനിട വന്നത്. ഇന്ന് ദമ്പതികൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കുഞ്ഞ് അല്ലെ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമുക്ക് ദർശിക്കാം. അമ്മയുടെ കുഞ്ഞുവേ, ഇഞ്ഞടുക്കും എൻ്റെ ചക്കര. അമ്മയുടെ കുഞ്ഞുവല്ലേ? അല്ല കുട്ടാ, എന്റെ പൊന്നുവല്ലേ? മോനായിരിക്കും, കണ്ടോ? അല്ലേടാ ചക്കരെ? കുഞ്ഞാവേ, കുഞ്ഞുവേ. വാ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. സാർ, വാ, ഇരിക്കി. ഡോക്ടറെ, ആലീസ് ഭയങ്കര സന്തോഷത്തിലാട്ടോ. ചക്കരെ, പപ്പ പറഞ്ഞ് കേട്ടോ? ഇത് 3ാമത്തെ IVF ആണല്ലേ? അതെ, ഈ പ്രാവശ്യം ഫലം കണ്ടല്ലോ, അത് മതി. ഡോക്ടർ കോശി നിങ്ങളുടെ ആരാ? ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. 2 IVFും ഡോക്ടറെ ചെയ്ത്. ഡോക്ടർ പറഞ്ഞിട്ടാ സാറിനെ കാണാൻ വന്നത്.
എത്ര പൈസ പോയാലും കുഴപ്പമില്ല, ഒരു കുഞ്ഞ്, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. 7 വർഷത്തിന് ശേഷമാ എനിക്കെന്റെ പൊന്നുമോനെ കിട്ടിയത്. അല്ലേടാ ചക്കരെ? ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ആലീസിന് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സാറ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അതെങ്ങനെയാ നിങ്ങളോട് പറയാന്ന് എനിക്കറിയില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് പറയാതിരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ. എന്താ സാർ? ഈ IVF റിസൾട്ട് നെഗറ്റീവാണ്. നിങ്ങൾ വിഷമിക്കാതെ നമുക്കൊന്നുകൂടി പ്രൊസീജിയർ ചെയ്യാം. ഭാഗ്യം കെട്ട ജന്മ ഞങ്ങളുടേത്, ഒരു കുഞ്ഞിന് വേണ്ടി. ഇനി ആരാ ഞങ്ങൾ കാണേണ്ടത്? എല്ലാ പ്രതീക്ഷ അസ്തമിച്ചു. നമുക്കൊന്നുകൂടെ ശ്രമിക്കാം. ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, മികച്ച ഡോക്ടർ, പക്ഷേ ജീവൻ കൊടുക്കാൻ ഞങ്ങൾ ഡോക്ടേഴ്സിനാവില്ലല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ് ഞങ്ങൾ. ദൈവം പോലും ഞങ്ങളോട് കണ്ണടച്ചു. എല്ലാം ഞങ്ങളുടെ തെറ്റാ. നിങ്ങൾ പറഞ്ഞു വരുന്നത്? കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ നമുക്ക് ശരിക്കും ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ടാകണം. അത് ശരിയാ. അലീസേ, ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമാണ്. അതിന് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട, 3 വർഷം കഴിഞ്ഞ് മതി. ഞാനിത് ചേട്ടായോട് അങ്ങോട്ട് പറയാനിരുന്നതാ. ഈ ഒരവസ്ഥയില് ഒരു കുഞ്ഞിനെ വളർത്താന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മുടെ കൊച്ചു രാജാവായി വാഴണം. അതിനുള്ള സാഹചര്യം ആദ്യം ഉണ്ടാക്കണം, എന്നിട്ട് മതി. അതെ, ഒരു കൊച്ചു മതി നമുക്ക്. നാം ഒന്ന് നമുക്കൊന്ന് എന്നാണല്ലോ. ആലീസേ, ഒരു ചായ കൊണ്ടുവന്നേ. വേണേ വന്നെടുക്ക്. എന്നാടി ഇങ്ങനെ? ഒരു ചായ പോലും ഇല്ലേ? അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കാൻ നോക്ക്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോ അതിനൊക്കെ സൗകര്യമുള്ളൂ. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. എനിക്കും ജോലിക്ക് പോകണ്ടേ? അതെ, എനിക്കും ജോലിക്ക് പോണം. വൈകുന്നേരം നേരത്തെ വരണം. കോസ്റ്റ് ഡോക്ടർ ഇന്ന് അപ്പോയിന്റ്മെന്റ് വന്നേക്കുന്നേ. എന്തിന്? നിനക്കായിരുന്നല്ലോ അയാളുടെ അടുത്ത് പോകാൻ നിർബന്ധം. 4-5 തവണയായില്ലേ ഈ പോക്ക് തുടങ്ങിയിട്ട്. ഞാൻ മടുത്തു. മോളുടെ പേരെന്നതാ? വാ പോകാം. നീ എന്താ കാണിക്കുന്നത്? ഇനി ഞാനിതൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നമുക്കൊരു കുഞ്ഞു വേണ്ടേ? കല്യാണം കഴിഞ്ഞുടൻ കൊച്ചുണ്ടായിരുന്നേ, ഇന്ന് ആശുപത്രി കണ്ട കൊച്ചിന്റെ അത്ര ഉണ്ടായേനെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 വർഷം കഴിഞ്ഞ് മതിയെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലല്ലേ? ഞാനൊരു സ്ത്രീയാ, എനിക്കൊരു അമ്മയാവണം. എന്റെ മനസ്സിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ഒത്തിരി സമ്പത്തുണ്ടാക്കിയില്ലേ, എന്താ കാര്യം? നീ എവിടെ പോവാ? എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ആലീസേ, എന്താ ഇത്? അതെനിക്ക് നേരത്തെ പോണം. ഇവിടെ കഴിക്കാനും ഒന്നുമില്ലേ? ഞാൻ പോവാം.
സിബി, എന്താ ഇവിടെ ഇരിക്കുന്നത്? ആ ബെന്നി, മടുത്തു ഈ ജീവിതം. നീ ടെസ്റ്റിന് പോയിട്ട് എന്തായി? അത് നെഗറ്റീവാണ്. ഈ ജന്മത്തൊരു കുഞ്ഞിക്കാലമാണ് പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ? വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ആ ദൈവത്തിന് ഞങ്ങളെ വേണ്ട. ആലിസ് ആകെ ഡിപ്രഷൻ കാണിക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? പറ. 2 പേരും കൂടി ഒരു ധ്യാനത്തിന് പോകും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. 3 പ്രാവശ്യം IVF ചെയ്തതാ, എന്നിട്ടും ബലമില്ലാത്തതാ. എടാ, ജീവൻ തരുന്നത് ദൈവമാണ്. ദൈവത്തോട് മനോരുകി പ്രാർത്ഥിക്ക്, നിനക്ക് കുഞ്ഞിനെ കിട്ടും. 3 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞ് എന്ന് വിചാരിച്ചവനാ ഞാൻ. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ എത്ര പണമുണ്ടായാലും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ പറയണത് നീ ഒന്ന് കേൾക്ക്. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. ശരി, ഞാൻ വരാം. ഞാൻ ആൻസിയ. എൻ്റെ പപ്പയും മമ്മിയും നിങ്ങൾക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ കഥയിൽ നമ്മൾ ദർശിച്ചു, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ കുഞ്ഞുങ്ങൾ വേണ്ട, സന്തോഷത്തോടും ആഹ്ലാദത്തോടും ജീവിക്കാം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് തടസ്സമാകുന്നു, അല്ല അവിടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നു എന്ന കാഴ്ചപ്പാടിലാണ് കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞ് എന്നുള്ള കാഴ്ചപ്പാട്. പക്ഷെ ഇവിടെയും ഗൗരവമായ ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞ് നാളിത്ര കഴിഞ്ഞ് മതി എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഈ ദമ്പതികൾ അടച്ചു കളയുക ചെയ്യുക. മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഒരു പാഠം, എവരി സെക്ഷൽ ആക്ട് ഷുഡ് ഹാവ് ആൻ ഓപ്പൺനെസ് ടു ലൈഫ്. എല്ലാ ലൈംഗിക കൂട്ടായ്മകളും ജീവനിലേക്ക് തുറവിയുള്ളതാകണം. എല്ലാ ലൈംഗിക കൂട്ടായ്മകളും ജീവനിലേക്ക് തുറവിയുള്ളതാകണം. ജീവനിലേക്ക് തുറവിയില്ലാത്ത ഏതൊരു ലൈംഗിക കൂട്ടായ്മയും സ്വാർത്ഥതയാണ്, അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. അവിടെയാണ് ഈ കൃത്രിമ ഗർഭ നിരോധന മാർഗങ്ങൾ ഗൗരവമായി തെറ്റാകുന്നത്. ഇന്ന് നമുക്കറിയാം, ഒത്തിരിയേറെ മാർഗങ്ങൾ വളരെ ലാഘവത്തോടുകൂടി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവൻ്റെ സാധ്യതയ്ക്ക് തടസ്സമാകുന്ന എല്ലാ കൃത്രിമ മാർഗങ്ങളും ഗൗരവമായി തെറ്റാണ്. സഭ പഠിപ്പിക്കുന്നത് സ്വാഭാവിക കുടുംബ സംവിധാനമാണ്, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. അവിടെ വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദമ്പതികളെ കൃത്യതയോടെ സഭ പഠിപ്പിക്കുന്നത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലിങ്സ് മെത്തേഡാണ്, ശ്ലേഷ്മ മുറ. അത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ദമ്പതികൾക്ക് തോന്നിയാലും അത് പിന്നീട് ശീലിച്ചു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഡോക്ടർമാർ വളരെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. മറിച്ചുള്ള എല്ലാ കൃത്രിമ മാർഗങ്ങളും അത് പാപമാണ്, തെറ്റാണ്, അത് അനുവർത്തിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ സ്പേസിങ് ഇട്ടു, 2-3 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ വേണം എന്നാഗ്രഹിച്ചു. അപ്പോഴും ഒരു കുഞ്ഞിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന കാഴ്ചപ്പാടാണ്. പക്ഷെ അപ്പോഴാണ് ഈ ദമ്പതികൾ മനസ്സിലാക്കുന്നത്, കുഞ്ഞ് മനുഷ്യൻ്റെ സൃഷ്ടിയല്ല. ദൈവം കൃപ ചൊരിയാതെ ഒരു ജീവനും ഭൂമുഖത്തുണ്ടാകുന്നില്ല. നിരാശ, സങ്കടമായി അവസാനം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു, വന്നുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. അങ്ങനെ സ്നേഹത്തിന് പുഞ്ചിരിക്കുന്ന ഒരു ജീവസമ്മാനം ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ്റെ മേഖല വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. മണിക്കൂറുകൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണിത്. വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയും അതുപോലെ തന്നെ ബോധ്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.